ഒരു ബിഷപ്പിനെ കൂടി തടവിലാക്കി നിക്കരാഗ്വൻ ഏകാധിപത്യ ഭരണകൂടം. ഡിസംബർ 20-നാണ് നിക്കരാഗ്വൻ പോലീസ് സിയുനയിലെ ബിഷപ്പ് ഇസിഡോറോ ഡെൽ കാർമൽ മോറോ ഒർട്ടേഗയെ അറസ്റ്റ് ചെയ്തത്. പ്രസിഡന്റ് ഡാനിയൽ ഒർട്ടേഗയുടെയും ഭാര്യയും വൈസ് പ്രസിഡന്റുമായ റൊസാരിയോ മുറില്ലോയുടെയും നേതൃത്വത്തിലുള്ള സ്വേച്ഛാധിപത്യ ഭരണകൂടം അറസ്റ്റ് ചെയ്ത രണ്ടാമത്തെ ബിഷപ്പാണ് ഇദ്ദേഹം. 2022 ആഗസ്റ്റിൽ വീട്ടുതടങ്കലിലാക്കപ്പെടുകയും അന്യായമായി 26 വർഷവും 4 മാസവും തടവിന് ശിക്ഷിക്കപ്പെടുകയും ചെയ്ത ബിഷപ്പ് റോലൻഡോ അൽവാരസിനു വേണ്ടി പ്രാർത്ഥിക്കാൻ ബിഷപ്പ് ഇസിഡോറോ ആഹ്വാനം ചെയ്തതിന് തൊട്ടു പിന്നാലെയായിരുന്നു അദ്ദേഹത്തിന്റെ അറസ്റ്റ്. മതകൽപ്പയിൽ വെച്ച് ഒരു കുർബാന മധ്യേയാണ് 63-കാരനായ ബിഷപ്പ് പ്രാർത്ഥനയ്ക്ക് ആഹ്വാനം ചെയ്തത്. നിലവിൽ ബിഷപ്പ് അൽവാരസ് ലാ മൊഡേലോ എന്നറിയപ്പെടുന്ന രാഷ്ട്രീയ തടവുകാരെ പാർപ്പിക്കുന്ന ജയിലിലാണെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. 230 വിശ്വാസികൾക്ക് സ്ഥൈര്യലേപന കൂദാശ നൽകുന്നതിനായി ലാ ക്രൂസ് ഡെൽ റിയോ ഗ്രാൻഡയിൽ സ്ഥിതി ചെയ്യുന്ന ഹോളി ക്രോസ് ഇടവകയിലേക്ക് പോകുന്നതിനിടെയാണ് ബിഷപ്പിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അറസ്റ്റിനെ തുടർന്ന് അദ്ദേഹത്തെ കൊണ്ടുപോയത് രാജ്യത്തിന്റെ തലസ്ഥാനമായ മതകൽപ്പയിലേക്കാണോ അതോ മനഗ്വയിലേക്കാണോ എന്നതിൽ വ്യക്തതയില്ല. രാഷ്ട്രീയ വിമതരെ പീഡിപ്പിക്കുന്നതിന് പേരുകേട്ട ജയിലായ എൽ ചിപ്പോട്ടിലാണ് മുമ്പ് കത്തോലിക്ക പുരോഹിതന്മാരെ തടവിലാക്കിയത്.